തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ശ്രീ വിജയിയുടെ പാർട്ടിയെ തമിഴ് വെട്രി കഴകം ആ പാർട്ടിയെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായി വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഭൂരിപക്ഷം ഇപ്പോഴും വ്യക്തമായി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും പിന്തുടർന്നു പോന്നിട്ടുള്ള ജനാധിപത്യ കീഴ്വഴക്കം ഒറ്റയ്ക്ക് സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ പാർട്ടിയുടെ നേതാവിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുകയാണ്. സംസ്ഥാനങ്ങൾ ഗവർണർ, പാർലമെൻറ്റ് ആണെങ്കിൽ രാഷ്ട്രപതി. ഒരു ഘട്ടത്തിൽ ശ്രീ എ ബി വാജ്പേയിയെ BJP നേതാവിനെ ഇത്തരത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിച്ചത് നമുക്കറിയാം. നരസിംഹറാവുവിനെ ക്ഷണിച്ചത് നമുക്കറിയാം. മറ്റൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ ശ്രീ വാജ്പേയിക്ക് 1 മാസം കൊടുത്ത ഓർമ്മയും നമുക്കെല്ലാമുണ്ട്. അപ്പോൾ തമിഴ്നാട് ഗവർണർ ഈ മാതൃകയും കീഴ്വഴക്കവും പാലിച്ചുകൊണ്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി TVKയുടെ നേതാവ് ശ്രീ വിജയിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതിൽ ഇനിയും കാലതാമസം വരുത്തുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ജനാധിപത്യ മാതൃക തന്നെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തീരുമാനം തമിഴ്നാട് ഗവർണറിൽ നിന്നുണ്ടാകണം എന്ന CPIMൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അല്ല, പിന്തുണ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെല്ലാം വേറെയാണ്. അതെല്ലാം പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്തുണ പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്ന്. ഇത് പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ പിന്തുടരേണ്ട അടിസ്ഥാന സമീപനമാണ്. പ്രസിഡൻ്റ് ആണെങ്കിലും ഗവർണറാണെങ്കിലും ആ തീരുമാനമെടുക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നത് സംശയങ്ങൾ അതിന് വഴിവെക്കുന്നുണ്ട്. അതൊട്ടും ശരിയല്ല, ജനാധിപത്യപരമല്ല. ഈ കാര്യമാണ് പാർട്ടി വ്യക്തമാക്കാനാണ്. അതെല്ലാം വേറെ കാര്യങ്ങളാണ്. അക്കാര്യം നിങ്ങളോട് പറയാനല്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ. അതെല്ലാം പാർട്ടി തമിഴ്നാട്ടിലും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ MLAമാരുടെ ലിസ്റ്റുമായിട്ട് വരണം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ശ്രീ വാജ്പേയിയോട് MPമാരുടെ ലിസ്റ്റുമായിട്ട് വരണമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ല, നരസിംഹറാവുവിനോട് പറഞ്ഞിരുന്നില്ല. ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയവരെ അത് പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും വിളിക്കണം. അവർ പറയും സാധാരണഗതിയിൽ ന്യായമായ ഒരു സമയം ഭൂരിപക്ഷം തെളിയിക്കാൻ. അതാണ് ഞാൻ വാജ്പേയിക്ക് ഒരു മാസക്കാലം കൊടുത്ത കാര്യം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ വിജയ് പറയുന്നത് 2 ആഴ്ചത്തെ സമയം തനിക്ക് വേണമെന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയത്. അപ്പം ഇതിൽ തീരുമാനമെടുക്കാതെ ഗവർണർ നീട്ടിക്കൊണ്ടു പോകുന്നത് സംശയാസ്പദമാണ്. അതിൽ CPIMന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത്രയാണ് ഇപ്പോൾ പറയാൻ. അല്ലല്ല, അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പ്രസക്തം മുൻ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളത്.